ട്രാവൽ വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. സമയം ഇപ്പോൾ ഏകദേശം രാവിലെ 5:30 ആയിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇന്നലെ ബെർലിനിൽ നിന്ന് ഇവിടെ ഗ്രാൽമ്യൂറിറ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരിന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി പോളണ്ടിലേക്കുള്ള യാത്രയിലാണ്. 6 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിന്. സാധനങ്ങളൊക്കെ എടുത്തെന്ന് ഉറപ്പുവരുത്തി ഞങ്ങളിത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിലെ സമ്മർ സമയമൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇവിടെ ഇപ്പം മഞ്ഞും മഴയും അതുപോലെ ഇലകളൊക്കെ പൊഴിയുന്ന സമയമാണ്. ഞങ്ങളിത് ഇറങ്ങിയ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊക്കെ ഫോഗ് കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ 6 മണി സമയമായതുകൊണ്ട് സ്റ്റേഷൻ പരിസരത്തൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റേഷൻ മൊത്തം ഫോഗ് കൊണ്ട് മൂടപ്പെട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഊട്ടിയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ ട്രെയിനാണ് അതേ വരുന്നത്. നമുക്ക് ഗ്രാൽമ്യൂറിറ്റ്സിൽ നിന്ന് പോളണ്ട് വരെ ട്രെയിനിലാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം 4 ട്രാൻസ്ഫർ ഉണ്ട്. ആദ്യം നമ്മൾ റോവർസാഗൻ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഇറങ്ങിയത്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് പോകേണ്ടത് സ്ട്രാൽസുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ അവിടേക്കുള്ള ട്രെയിനിൽ സീറ്റൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. 49 യൂറോ ടിക്കറ്റ് വെച്ച് നമുക്ക് ജർമ്മനിയിൽ നിന്ന് കുറച്ച് രാജ്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ളൊരു രാജ്യമാണ് പോളണ്ട്. അങ്ങനെ 1 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ സ്ട്രാൽസുണ്ട് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സ്ട്രാൽസുണ്ട് അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ട്രെയിന് ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ വന്ന് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് പോവേണ്ടത് പെസെവാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് ജർമ്മനിയുടെ ബോർഡർ. അവിടെ നിന്നാണ് നമുക്ക് പോളണ്ടിലേക്ക് പോകേണ്ടത്. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ. ട്രെയിൻ ഇപ്പോൾ തന്നെ ഏകദേശം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കുറച്ചധികം നടന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ സീറ്റ് കിട്ടിയത്. ബാക്കി സീറ്റുകളിലൊക്കെ യാത്രക്കാരിരിപ്പുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഡബിൾ ഡക്കർ ബസ്സുകളെ പോലെ ഗ്രൗണ്ടിലും അപ്പറിലും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനുകളാണ്. ഇവിടെ VC എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് ടോയ്ലറ്റിനെയാണ്. ടോയ്ലറ്റിൽ ആളുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ റെഡ് സിമ്പിൾ. അങ്ങനെ ട്രെയിൻ എടുത്ത് കുറച്ച് പിന്നിട്ടപ്പോഴത്തേന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ട്രെയിൻ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ ലേറ്റായാണ് ഞങ്ങൾ പെസെവാക്കിൽ എത്തിയത്. 11 മണിക്ക് എത്തേണ്ട ഞങ്ങൾ അങ്ങനെ എത്തിയത് 12 കഴിഞ്ഞപ്പോഴാണ്. സ്ട്രാൽസുണ്ടിൽ നിന്ന് പെസെവാക്കിലേക്കുള്ള ഞങ്ങളുടെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത കണക്ഷൻ ട്രെയിൻ ഞങ്ങൾക്ക് ഇവിടുന്ന് മിസ്സായി. ഷെഷിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് പോകുന്നത്. അത് പോളണ്ടിലെ സ്ഥലമാണ്. ഇനി അടുത്ത് 1.5 മണിക്കൂറിന് ശേഷമേ ഷെഷിനിലേക്ക് അടുത്ത ട്രെയിനുള്ളൂ. രാവിലെ ഞങ്ങളൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്ന് തപ്പി ഇറങ്ങിയത്. ഇവിടെ അടുത്ത് ഞങ്ങൾ അങ്ങനെ നെറ്റോ കണ്ടുപിടിച്ചു.
നെറ്റോ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും മേടിക്കാനായിട്ട് കിട്ടും. രാവിലെ ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡുകൾ ഒക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. ഇതിനൊന്നും അധികം വിലയൊന്നുമില്ല. 59 സെൻറ്റോ 1 യൂറോയോ 2 യൂറോയോ ഒക്കെയാണ്. രാവിലെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളാണ് മേടിച്ച് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ദേ നെറ്റോയിൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തപ്പി നടപ്പാണ്. എനിക്ക് കഴിക്കാനായിട്ട് ഞാനൊരു എനർജി ഡ്രിങ്കും ഈ ബ്രെഡ് പോലത്തെ സാധനമാണ് മേടിച്ചത്. ഇതിന് നമ്മുടെ പിസയുടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ നെറ്റോയുടെ കാർ പാർക്കിങ്ങിലെ സ്പോട്ടിലാണ് നിൽക്കുന്നത്. കഴിക്കാനായിട്ട് വേറെ സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിതേ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ട്രെയിന് ഏകദേശം വരാറായിട്ടുണ്ട്. സ്റ്റേഷനിൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേഷൻ ഇപ്പോൾ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രെയിനും വരാറായിട്ടുണ്ട്. എല്ലാവരും ഇതേ ട്രെയിന് കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ എത്തി. ഈ ട്രെയിനിലാണ് നമുക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. പെസവാക്കിൽ നിന്ന് സ്റ്റേഷനിലേക്ക് പോകേണ്ട ട്രെയിന് നമ്മൾ ഗ്രാൽമിർച്ചിൽ നിന്ന് കയറിയതുപോലെ ഒരു ചെറിയ ട്രെയിനാണ്. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഇവിടെ ബോർഡർ ക്രോസ് ചെയ്ത സമയത്ത് ഞങ്ങളോട് 2 യൂറോ 50 സെൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ അവസാനം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളിലും പോളിഷിലും ജർമ്മനിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പ്ലാറ്റ്ഫോം ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഞങ്ങളിതേ ഇവിടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അധികം ലേറ്റാക്കാതെ നമുക്കിവിടുന്ന് തിരിച്ച് ഗ്രാൽമ്യൂറിസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലുള്ള അടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് നമുക്ക് ബെർലിനിലേക്കൊക്കെ ഡയറക്റ്റ് ബസ്സിൽ പോകാവുന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു ബിസിനസ് ക്ലബ്ബാണ്. ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പൊക്കോണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ റോഡ് മുറിച്ചു കടക്കാൻ സിഗ്നലും വരുന്നത് കാത്ത് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു റോഡ് മുറിച്ചു കടന്ന് അടുത്ത റോഡിലേക്ക് എത്തുമ്പോഴത്തേന് പിന്നെയും കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെയും റോഡ് മുറിച്ചു കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ സ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണ് ഈ ഖോബ്രി എംബാങ്ക്മെൻറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടുത്തെ ഈ ഫൗണ്ടൻ കാണാനും ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാനും ഒത്തിരി സഞ്ചാരികൾ വരാറുണ്ട്.
ഹോബ്രി എംബാങ്ക്മെന്റ് എന്ന് പറയുന്ന ഈ സ്പോട്ട് ഒരു ആർക്കിടെക്ചറൽ കോംപ്ലക്സിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു നാഷണൽ മ്യൂസിയം ഉണ്ട്. ഇവിടെ ധാരാളം ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫുഡ് എക്സ്പ്ലോറേഷന് പറ്റിയൊരു സ്പോട്ടുമാണ് ഈ സ്ഥലം. ഇവിടെ പലതരത്തിലുള്ള ഫുഡുകൾ സെല് ചെയ്യുന്നുണ്ട്. കൂടുതലും സ്വീറ്റുകളും അതുപോലെ മീറ്റിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസും പലതരത്തിലുള്ള ഡ്രിങ്കുകളും മറ്റുമാണ് ഇവിടെ സെല് ചെയ്യുന്നത്. എല്ലാ കടകളിലും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വൂർസ്റ്റിൻ്റെ കടയാണ്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൂർസ്റ്റുകളും അതുപോലെ തന്നെ പോർക്കിൻ്റെ മീറ്റും ഒക്കെ കാണാനായിട്ട് പറ്റും. മിക്ക കടകളും മീറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസാണ് സെല് ചെയ്യുന്നത്. ഇതെല്ലാം വൂർസ്റ്റുകളാണ്. ഇവിടെ ആൾക്കാർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് തൂക്കിയും അല്ലാതെയും ഒക്കെ മീറ്റുകൾ മേടിക്കുന്നുണ്ട്. ഇത് ഒരു ചീസിൻ്റെയും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്കുകളുടെയും സ്വീറ്റ് പ്രോഡക്ട്സിൻ്റെയും ഒക്കെ ഒരു ഷോപ്പാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് ഞാൻ ഈ കടയിലാണ്. ഇവിടെ ആൾക്കാർ ക്യൂ നിന്നാണ് ഫുഡ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇവിടുന്ന് തന്നെ ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ നമ്മുടെ തട്ടുകടകളിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് കാണുന്നത് പോലെ വലിയ വലിയ ചട്ടികളിലാണ് ഇവർ ഇത്തരത്തിൽ മീറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉള്ള ഫുഡുകൾ ഉണ്ടാക്കുന്നത്. ഞങ്ങളിത് ഈ മീറ്റും വെജിറ്റബിൾസും കൊണ്ട് ചെയ്യുന്ന ഈ ഗ്രില്ലാണ് മേടിച്ചത്. എനിക്ക് ഏകദേശം 20 യൂറോയോളം ആയിട്ടുണ്ടായിരുന്നു. അതല്പം കൂടുതലാണ്. ഇവിടെ പോളണ്ടിൽ ക്യാഷിനെ സ്ലോത്ത് എന്നാണ് പറയുന്നത്. 1 യൂറോ എന്ന് പറയുന്നത് 2 സ്ലോത്താണ്. ഇതിൻ്റെ കൂടെ അവർ 2 ബ്രെഡും അതുപോലെ കുറച്ച് സോസും തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കാനായിട്ട് വലിയ പീസായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധനം അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞങ്ങളിതേ അടുത്ത് ഇവിടെ ഒരു മ്യൂസിയം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. പിയ സെഷ്നോ എന്നാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര്. ഞങ്ങൾ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കാണാണ്. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ഫ്രണ്ട് നിന്ന് അവളുടെ ഫോട്ടോ എടുക്കുകയാണ്. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങളിതേ ഇപ്പോൾ പുറത്തിറങ്ങി. സ്ട്രീറ്റിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരു വരനും വധുവും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ നേരത്തെ കഴിച്ച ഫുഡ് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മക്ഡൊണാൾഡ്സും തപ്പിയുള്ള നടപ്പാണിത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഇതിവിടുത്തെ ഒരു കോംപ്ലക്സ് ആണ്. ഇതിനുള്ളിലാണ് നമ്മുടെ KFCയും മക്ഡൊണാൾഡ്സും ഒക്കെ ഉള്ളത്. നമുക്കിതിനുള്ളിലേക്ക് പോയി നോക്കാം. ഈ കോംപ്ലക്സിനുള്ളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അതൊക്കെ കുറച്ചു നേരം നോക്കി നിന്ന് ഞങ്ങൾ മക്ഡൊണാൾഡ്സ് തപ്പി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മക്ഡൊണാൾഡ്സിൽ നിന്ന് സാധനമൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ടേക്ക് അവേ ആണ് ചെയ്തത്. ഇവിടെ നിന്ന് കഴിക്കാനുള്ള സമയമില്ലായിരുന്നു. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരികെ നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്തി. ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിന് വരുന്നതെന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയ സമയത്ത് ട്രെയിൻ ഒരു 10 മിനിറ്റ് ലേറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് വാങ്ങിയ ബർഗറും കോളയും ഒക്കെ സ്റ്റേഷനിൽ നിന്ന് തന്നെ കഴിച്ചു. അങ്ങനെ ട്രെയിന് കയറി ഞങ്ങൾ തിരിച്ച് പസിവാക്കിലേക്ക് എത്തി. ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിൽ നിന്ന് പിന്നെയും €2.50 മേടിച്ചിട്ടുണ്ടായിരുന്നു. പെസവാക്കിൽ നിന്ന് സ്ട്രാൽസുണ്ടിലേക്ക് പോകുന്ന ട്രെയിന് വളരെ ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കണക്ഷനുകളെല്ലാം മിസ്സായി. അങ്ങനെ ഞങ്ങളിത് കാത്തിരുന്ന് ഈ ട്രെയിനിൽ കയറി സ്ട്രാൽസുണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ട്രാൽസുണ്ടിൽ നിന്ന് റോവർസാഗനിൽ നിന്ന് ഗ്രാൽമ്യൂരിറ്റ്സിലേക്കാണ് പോകേണ്ടത്. പക്ഷേ നമുക്ക് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രാൽസുണ്ടിൽ നിന്ന് റോവർസാഗൻ വരെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ എത്തുമ്പോൾ തന്നെ സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ടാവും. റോവർസാഗനിൽ നിന്ന് ടാക്സി കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ട്രാൽസുണ്ടിൽ നിന്ന് ഗ്രാൽമ്യൂരിറ്റ്സ് വരെ ടാക്സിയിലാണ് പോയത്. 60 കിലോമീറ്ററിന് മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ടാക്സി ഡ്രൈവർ €150 ചാർജ് ചെയ്തത്. 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അയാൾ ഞങ്ങളെ കൃത്യമായിട്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചു. ഒരു നല്ല വീക്കെൻഡും ആശംസിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.